റേച്ചൽ സിനിമയുടെ ടീസറാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. 41 സെക്കൻഡുള്ളൂ. നമ്മുടെ ഹണി റോസിന്റെ ആണ്. അപ്പൊ നമുക്ക് നോക്കിയിട്ട് ഹണി റോസ് നായികയാവുന്ന സിനിമയാണ്. റോഷൻ ആൻഡ്രൂസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതാണ്. സോറി, റോഷൻ ആൻഡ്രൂസ് അല്ല, എബ്രിഡ് ഷെയ്ൻ. ഓക്കേ, ഞാൻ കണ്ട 2 ചുവന്ന കണ്ണുകൾ അത് സ്വപ്നമായിരുന്നില്ല. സ്വപ്നത്തിൽ ഞാൻ ഓർക്കുന്നത് ആരായിരിക്കും റേച്ചലേത് അറിയത്തില്ല. കണ്ടുപിടിക്കണം, കൊല്ലണം. ത്രില്ലർ മൂടുള്ള ഒരു പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമയാണെന്നാണ് തോന്നുന്നത്. സ്ത്രീയുടെ പ്രതികാരം എങ്ങനെയാവുന്നൊന്നും നമുക്കിപ്പോ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, ജഡ്ജ് ചെയ്യാനുള്ള ഒരു പരിപാടി ഒന്നുമില്ല. നല്ല വിഷ്വൽ ക്വാളിറ്റി ഫീൽ ഉണ്ട്. പിന്നെ ഹണിറോസിന്റെ ക്യാരക്ടർ മുണ്ടും ബ്ലൗസൊക്കെ കൊടുത്തിട്ടുള്ളതാണല്ലോ. അപ്പൊ പിന്നെ കുറച്ച് ആൾക്കാർക്ക് കാണാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും. അതായിരിക്കും അതിന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രവും. ഹണിറോസിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഹണിറോസിന്റെ ഫാൻസും മൊത്തം ഈ സിനിമ കാണാൻ കയറുന്നൊക്കെ ആയിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. അത് സിനിമ ഇറങ്ങി അതിന് ശേഷം കണ്ടറിയേണ്ടി വരും. അത് വേറെ കാര്യം. മലയാളികള് ഷോപ്പിന്റെ ഫ്രണ്ടിലേക്ക് വരും, പക്ഷെ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിലേക്ക് വരില്ല. അത് വേറൊരു കാര്യം. പിന്നെ ഹണിറോസിനെ വയ്ക്കുമ്പോൾ ഹണിറോസിനെ കൊണ്ട് ആൾക്കാരെ പിടിച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മുണ്ടും ബ്ലൗസും കൊടുക്കണം. അപ്പൊ മുണ്ടും ബ്ലൗസും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ പേരൊക്കെ തിയേറ്ററിൽ ഇങ്ങനെ വാവൊളിച്ചിരുന്നോളെന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. അതറിയില്ല എന്താ സംഭവം എന്നുള്ളത്. സിനിമയുടെ കേസിലേക്ക് വരുമ്പോ അങ്ങനെ സിനിമയുടെ കേസിലേക്ക് വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഇന്ത്യയില് ഐറ്റം ഡാൻസ് സിനിമയിൽ വെക്കണത് ഈ ആൾക്കാര് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ടും ആൾക്കാര് ഈ വയറും ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രൊമോഷൻ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ സിനിമ ചെയ്യുന്നത്. ഇപ്പൊ ഹണിറോസ് എന്ത് തരത്തിലാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഹണിറോസ് ഒരു അഭിനയിച്ച സിനിമകൾ വളരെ കുറവ് സിനിമകളാണ്. പക്ഷെ ഈ ഹണിറോസ് എന്ത് തരത്തിൽ എന്തിന്റെ ബേസിലാണ്? പോൺ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, പക്ഷെ നടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിനല്ലല്ലോ ആൾക്കാര് ഓപ്പണായിട്ട് പറയുന്നില്ല. ആൾക്കാർ പോയി കാണാൻ പോകുന്നത് വേറൊരു പരിപാടിക്കാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് അതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഒരു സിനിമ അത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിന്റെ വിഷ്വലുകളാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ് തോന്നിയത്. പിന്നെ നല്ലൊരു സിനിമയായിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഹണിറോസ് നന്നായിട്ട് അഭിനയിക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിൽ തന്നെ എനിക്കൊരു ഡ്രാമ ഫീലാണ് മൊത്തത്തിൽ തോന്നിയത്. ഒരു പഴയ കാലഘട്ടമൊക്കെ ആകുമ്പോൾ പിന്നെ എബ്രിഡ് ഷെയ്ൻ പ്രൊഡ്യൂസർ അല്ല, പ്രസൻസ് ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് തോന്നുന്നു. ബാദുഷയാണ് പ്രൊഡക്ഷൻ. അപ്പോൾ സിനിമ എത്രമാത്രം നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് കാണുമ്പോൾ. അപ്പോൾ നല്ലൊരു സിനിമയായിട്ട് തന്നെ വരട്ടെ. എന്താണ് ഹണിറോസിൽ നിന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം എബ്രിഡ് ഷെയ്നും ബാദുഷയൊക്കെ ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള ലെവലിൽ അതൊരു നല്ലൊരു സിനിമയായിട്ട് നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം, റിവ്യൂ പറയാം. ഓക്കെ, ബൈ.